ഉർദുവിൻ്റെ ഫർളും ഷർത്തൊക്കെ ഞങ്ങൾക്ക് അറിയാവുന്നതാണ്, മദ്രസയെ തൊട്ട് പഠിച്ചതാണ്. പക്ഷെ അങ്ങനെ പറയുന്ന ആളുകൾ ഉൾപ്പെടെ ഒരുപാട് പേർക്ക് സംഭവിക്കുന്ന അബദ്ധങ്ങളുണ്ട്. പുറത്തു ചോദിക്കാൻ നാണമുള്ള ചില സംശയങ്ങളുണ്ട്. ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കീഴ്വായി പോയി, അപ്പോൾ അത് ഓതി തീർത്തിട്ട് പോയി ഒതു എടുത്താൽ മതിയോ, അത് അപ്പം തന്നെ മടക്കി വെക്കണോ? കുളി കഴിഞ്ഞിട്ട് നമ്മൾ തുകർത്തി കഴിഞ്ഞ് ആ തുകർത്തെടുത്ത് നമുക്ക് വുളു എടുക്കാമോ? ഇനി തുകർത്തില്ല, അല്ലെങ്കിൽ ഔറത്ത് മറക്കാതെ നഗ്നനായി നിന്നുകൊണ്ട് വുളു എടുക്കാൻ പറ്റുമോ എന്നുള്ള ഒരു സംശയമുണ്ട്. എന്താണ് അതിൻ്റെയൊക്കെ മറുപടി? പല ആളുകളും പറയുന്നുണ്ട്, ഉസ്താദ്, ഈ ഉറങ്ങുന്നതിന് മുമ്പ് ഞങ്ങൾ വുളു എടുത്തിട്ട് കിടക്കും, അതിന് വല്ല ആവശ്യമുണ്ടോ? കാരണം വുളു എടുത്തിട്ട് പിന്നെ ഞങ്ങൾ പോയി കിടക്കുന്ന സമയം ഭാര്യ അടുത്തുണ്ടാകും, ഭാര്യയുടെ ശരീരത്തിൽ തൊട്ടാൽ ഷാഫി മദ്ഹബ് പ്രകാരം വുളു മുറിയുമല്ലോ, പിന്നെ ആ വുളു എടുത്തത് വെറുതെ വേസ്റ്റായി പോവില്ലേ? അപ്പോൾ വുളു എടുക്കേണ്ട ആവശ്യമുണ്ടോ? എന്താണ് അതിൻ്റെ മറുപടി? മുങ്ങിക്കുളിക്കുന്ന സമയത്ത് നമുക്ക് വുളുഇൻ്റെ നിയ്യത്ത് വെച്ചാൽ വുളു കിട്ടുമോ? ഒരു സംശയമുണ്ട്. എന്താണ് അതിൻ്റെ മറുപടി? നമുക്ക് നോക്കാം. അതോടൊപ്പം തന്നെ നമ്മൾ ഷവറിൽ കുളിക്കുമ്പോൾ, അതുപോലെ കോരി കുളിക്കുന്ന സമയത്ത് വുളുവിൻ്റെ നിയ്യത്ത് വെച്ചാൽ വുളു കിട്ടുമോ ഇല്ലയോ? എന്താണ് ആ സംശയത്തിൻ്റെ മറുപടി? നമുക്കൊന്ന് വിശദമായി കേൾക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹ ബഹുമാനം നിറഞ്ഞ മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കും നമ്മോട് ബന്ധപ്പെട്ട എല്ലാവർക്കും, പ്രത്യേകിച്ച് നമ്മുടെ വീഡിയോകൾക്ക് താഴെ ഒരുപാട് കമൻറ്റുകൾ ദുആ വസിയത്തായി പറയുന്ന ഒരുപാട് മുഅ്മിനീങ്ങളുണ്ട്. അവരുടെയും നമ്മുടെയും എല്ലാ മനസ്സിലുള്ള ഹലാലായ മുറാദുകളും അല്ലാഹു ഹാസിലാക്കുമാറാവട്ടെ. വേദനകളും വിഷമങ്ങളും പ്രയാസങ്ങളും രോഗങ്ങളും അല്ലാഹു തആല മാറ്റി സലാമത്ത് നൽകുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇന്ന് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന വിഷയം, നമ്മളെല്ലാവരും നിസ്കരിക്കുന്നതിന് മുമ്പ്, പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യുന്നതിന് മുമ്പെല്ലാം വുളു എടുക്കുന്നവരാണ്. പ്രത്യേകിച്ച് നിസ്കരിക്കുന്നതിന് മുമ്പ് നമ്മൾ വുളു എടുക്കുന്നവരാണ്. വുളു ഇല്ലാതെ നിസ്കാരമില്ല എന്ന വുളു, അത് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തീങ്ങളാകുന്ന നമുക്ക് മാത്രം അല്ലാഹു തആല സ്പെഷ്യലായി നൽകിയിട്ടുള്ള ഒരു വലിയൊരു അനുഗ്രഹമാണ്. മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്ന പ്രവാചകന്മാരുടെ സമുദായത്തിന് വെള്ളം കൊണ്ട് ശുദ്ധിയാക്കുക എന്നുള്ള ഒരു പ്രക്രിയ അല്ലാഹ് കൊടുത്തിട്ടില്ലെന്നാണ്. അവർക്ക് അവരുടെ ശരീരത്തിലും അതുപോലെ വസ്ത്രത്തിലൊക്കെ എന്തെങ്കിലും നജസ്സുകൾ പറ്റിയാൽ അത് തുടച്ചു കളയുക, ആ ഒരു തുഹൂറിൻ്റെ, ആ ഒരു ശുദ്ധിയാക്കലിൻ്റെ രൂപമായിരുന്നു ഉണ്ടായിരുന്നത്. ചില പ്രവാചകന്മാരുടെ സമുദായത്തിലൊക്കെ അവരുടെ വസ്ത്രത്തിൽ എന്തെങ്കിലും നജസ് പറ്റിയാൽ ആ ഭാഗം മുറിച്ചു കളയണം എന്നുവരെ നിയമമുണ്ടായെന്നാണ്. നമുക്ക് മാത്രമാണ് വസ്ത്രത്തിലോ ശരീരത്തിലോ എന്തെങ്കിലും നജസ് പോലത്തത് പറ്റിയാൽ അത് കഴുകിക്കളഞ്ഞാൽ മതി എന്നുള്ള ഒരു വലിയൊരു നന്മയുടെ ഒരു നിയമം അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ളത്. പ്രത്യേകിച്ച് വുളു എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ശാരീരികമായി, മാനസികമായി, ആത്മീയമായിട്ടുള്ള എല്ലാ എനർജിക്കും പറ്റിയ ഒരു പ്രവൃത്തിയാണ് വുളു എന്ന അറബി വാക്ക്. അതിൻ്റെ അർത്ഥം നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ വെള്ളം കൊണ്ട് ശുദ്ധിയാക്കുക, വെള്ളം കൊണ്ട് ശുദ്ധിയാക്കുക, അതായത് ചെറിയ അശുദ്ധിയിൽ നിന്നും ശുദ്ധിയാവുക, അതൊക്കെയാണ് അതിൻ്റെ അർത്ഥം ഏകദേശം വരുന്നത്. വലിയ അശുദ്ധിയിൽ നിന്നും ശുദ്ധിയാവാൻ നമ്മൾ കുളിക്കലാണ് വേണ്ടതെങ്കിൽ, ചെറിയ അശുദ്ധിയിൽ നിന്നും ശുദ്ധിയാവാൻ അല്ലാഹു തആല നമ്മോട് പറഞ്ഞത്, മുത്ത് റസൂൽ നമ്മളോട് പറഞ്ഞത് വുളു എടുക്കലാണ് എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസുകൾ പരിശോധിച്ച് നോക്കിയാൽ വുളു എടുക്കുന്നതിന് വലിയ പ്രത്യേകതയാണ്, വലിയ ശ്രേഷ്ഠത അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട്. വുളു എടുക്കുന്ന ആളുകൾ അവർ നാളെ ആഖിറത്തിൽ പരലോകത്ത് വരുന്ന സമയത്ത് അവരുടെ വുളുഇൻ്റെ അവയവങ്ങൾ, അതായത് നമ്മുടെ മുഖം, നമ്മുടെ കയ്യ്, നമ്മുടെ തലയുടെ ഭാഗം, നമ്മുടെ ചെവി, നമ്മുടെ കാലിൻ്റെ ഭാഗം, ഈ സ്ഥലമെല്ലാം വെളുത്തിരിക്കും, വെളുത്തവരായിട്ട് കടന്നു വരുമെന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ സ്വഹാബിമാരോട് പറഞ്ഞു, സ്വഹാബാക്കളെ, എനിക്ക് എൻ്റെ കൂട്ടുകാരന്മാരെ കാണാൻ വലിയ കൊതിയുണ്ട്. സ്വഹാബിമാർ പറഞ്ഞു, നബിയെ, ഞങ്ങളല്ലേ താങ്കളുടെ കൂട്ടുകാർ? അവനഹ്നു അഹ്ബാബുക യാ റസൂലല്ലാഹ്, ഞങ്ങളല്ലയോ താങ്കളുടെ ഹബീബന്മാർ, കൂട്ടുകാർ? റസൂൽ പറഞ്ഞു, നിങ്ങളല്ല, അന്തും അസ്സുഹാബി, നിങ്ങൾ എൻ്റെ സ്വഹാബാക്കളാണ്. എൻ്റെ കൂട്ടുകാരന്മാർ, നബി തങ്ങൾ ആ പറഞ്ഞ കാലഘട്ടത്തിൽ എൻ്റെ കൂട്ടുകാരന്മാർ എന്നെ കണ്ടിട്ടില്ല, അവർ ഈ ഭൂമി ലോകത്ത് വന്നിട്ടില്ല, അവർ എന്നെ കാണാതെ ഇഷ്ടപ്പെടുന്നവരാണ്.
മാത്രമല്ല അവരെനിക്ക് വേണ്ടി എന്നെ കാണാതെ ഒരുപാട് സ്വലാത്തുകൾ പറയുന്നവരാണ്. അത് നമ്മളാണ്, നമ്മളെ പറ്റിയാണ്. നമ്മൾ അള്ളാഹിൻ്റെ റസൂലിനെ കണ്ടിട്ടില്ല, കാണാതെ മുത്ത് റസൂലിനെ നമ്മൾ സ്നേഹിക്കുന്നു, നമ്മൾ ഇഷ്ടപ്പെടുന്നു. ആ റസൂലിന് വേണ്ടി നമ്മൾ ഒരുപാട് സ്വലാത്തുകൾ പറയുന്നു. എന്നിട്ട് അള്ളാഹിൻ്റെ റസൂൽ അവസാനം പറഞ്ഞ ഹദീസിൻ്റെ അവസാനമായി പറഞ്ഞ ഒരു കാര്യമുണ്ട്. അതാണ് നമ്മുടെ പോയിന്റ്. എന്നിട്ട് അള്ളാഹിൻ്റെ ഹബീബ് പറയുന്നു, ഞാൻ എൻ്റെ കൂട്ടുകാരന്മാരെ കാണുന്നത്, നേരിട്ട് കാണുന്നത് എവിടെ വെച്ചാണെന്നറിയോ? ആഖിറത്തിൽ വെച്ചാണ്. അപ്പൊ ചോദിച്ചു സഹാബിമാർ, ആഖിറത്തിൽ ഒരുപാട് കോടാനുകോടിക്കണക്കിന് മനുഷ്യരുണ്ടാകുമല്ലോ, അപ്പൊ അവരുടെ ഇടയിൽ വെച്ച് താങ്കളുടെ കൂട്ടുകാരന്മാരെ എങ്ങനെ തിരിച്ചറിയും നബിയെ? അപ്പോഴാണ് അള്ളാഹിന്റെ റസൂല് പറഞ്ഞത്, മിൻ ആസാരിൽ വുളൂ, അവർ വുളൂ എടുക്കുന്നവരാണ്. പല കാരണത്തിന് വേണ്ടി അവർ വുളൂ എടുക്കുന്ന സമയത്ത് അവരുടെ ആ വുളൂഇന്റെ അവയവങ്ങൾ വെള്ളത്താൽ നനയും. ആ നനയുന്ന കാരണത്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആഖിറത്തിൽ വരുമ്പോൾ അവരുടെ കൈകളും അവരുടെ കാലുകളും അവരുടെ മുഖങ്ങളും പ്രകാശിപ്പിക്കും. അങ്ങനെ ഞാൻ അവരെ തിരിച്ചറിയുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. ഇനി നമുക്കൊന്ന് നോക്കാം, വുളൂ എടുക്കൽ സുന്നത്തായിട്ടുള്ള ചില സന്ദർഭങ്ങളുണ്ട്. വുളൂ എടുക്കൽ സുന്നത്തായിട്ടുള്ള ചില സന്ദർഭങ്ങൾ എന്താണത്? ഒന്ന്, ഉറങ്ങുന്നതിന് മുമ്പ് വുളൂ എടുക്കൽ ഭയങ്കര സുന്നത്താണ്, ശക്തിമത്തായ സുന്നത്താൻ. വുളൂ എടുക്കുക, ഉറങ്ങുന്നതിന് മുമ്പ് വുളൂ എടുത്തിട്ട് കിടക്കുക അതിശക്തമായ സുന്നത്താണ്. ഇവിടെ പല ആളുകൾക്കും ഒരു സംശയമുണ്ട്, ഉസ്താദേ ഞങ്ങൾ കിടക്കുന്നത് ഭർത്താക്കന്മാരോടൊപ്പമാണ്, അല്ലെങ്കിൽ ഞങ്ങൾ കിടക്കുന്നത് ഭാര്യയോടൊപ്പമാണ്. അപ്പോൾ ഈ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ സ്പർശിച്ചാൽ വുളൂ മുറിയുമല്ലോ, പിന്നെ ഞങ്ങൾ കിടക്കുന്ന സമയത്ത് വുളൂ എടുക്കേണ്ട കാര്യമുണ്ടോ എന്ന് ചിലൊരു സ്വാഭാവികമായ സംശയമുണ്ട്. നമുക്ക് വുളൂ എടുക്കുന്നത് എന്തിനാണ്? അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നും പ്രതിഫലം കിട്ടാനാണ്. നമ്മൾ ഉറങ്ങുന്നതിന് മുമ്പ് വുളൂ എടുക്കുമ്പോൾ ആ വുളൂ എടുത്ത ഉടനെ തന്നെ ആ വുളൂ എടുത്ത്, അതായത് ഉറങ്ങുന്നതിന് മുമ്പ് വുളൂ എടുക്കൽ സുന്നത്താണ്. ആ സുന്നത്ത് നമുക്ക് അതിൻ്റെ പ്രതിഫലം കിട്ടിക്കഴിഞ്ഞു. പിന്നെ നമ്മൾ നേരെ കട്ടിലിൽ പോയി കിടക്കുന്നു, ബെഡിൽ കിടക്കുന്നു. ആ കിടക്കുന്ന സമയത്ത് നമ്മുടെ ഭാര്യ അടുത്ത് വന്നിരിക്കുന്നു, അവരുമായി നമ്മുടെ തൊലി തമ്മിൽ ചേർന്നാൽ, തൊലി തമ്മിൽ തൊട്ടാൽ വുളൂ മുറിയും. മുറിഞ്ഞോട്ടെ, എന്താ കുഴപ്പം? നമ്മൾ പിന്നെ പോകുന്നത് ഉറക്കത്തിലേക്കാണ്. ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഏതായാലും വുളൂ മുറിയും. അപ്പോൾ അവിടെ പ്രത്യേകം സുന്നത്തായിട്ടുള്ളത് ഉറങ്ങുന്നതിന് മുമ്പ് വുളൂ എടുക്കുക. അങ്ങനെ വുളൂ എടുക്കുന്ന സമയത്ത് തന്നെ നമുക്കതിൻ്റെ പ്രതിഫലം കിട്ടിക്കഴിഞ്ഞു. പിന്നെ വുളൂ മുറിയൂല്ലേ, പിന്നെ എന്തിനാ വുളൂ എടുക്കുന്നത് എന്ന് ചോദിക്കേണ്ട കാര്യമില്ല. അപ്പോൾ വുളൂ എടുക്കൽ സുന്നത്തായിട്ടുള്ള, ശക്തിമത്തായ സുന്നത്തായിട്ടുള്ള ഒരു സ്ഥലമാണ്, ഒരു സന്ദർഭമാണ് ഉറങ്ങുന്നതിന് മുമ്പ്. അത് രാത്രി മാത്രമല്ല, പകലിൽ നമ്മൾ ഒരുപക്ഷെ ഉച്ചക്ക് മുമ്പ് ഉറങ്ങുന്നവരുണ്ട്, അല്ലെങ്കിൽ ഉച്ച കഴിഞ്ഞുറങ്ങുന്നവരുണ്ട്. ആ സമയത്തൊക്കെ, ഉറങ്ങുന്ന സമയത്ത് വുളൂ എടുത്തിട്ട് കിടക്കൽ ഏറ്റവും നല്ലതാണ്. കാരണം നമുക്കറിയില്ല എപ്പോഴാ മരണമെന്ന്. ഇപ്പോൾ ഉറക്കത്തിൽ മരിക്കൽ അധികരിക്കുന്നൊരു കാലഘട്ടമാണ്, സൈലന്റ് അറ്റാക്ക് എന്ന് പറയും. അപ്പോൾ ഏത് സമയത്താണ് മരണമെന്നറിയില്ല. മരിക്കുന്ന സമയത്ത് ഏതായാലും വുളൂഓടുകൂടി മരിക്കണം. അതൊരു നല്ല കാര്യമല്ലേ? അപ്പോൾ അതുകൊണ്ട് എന്താണ് ചെയ്യേണ്ടത്? ഉറങ്ങുന്നതിന് മുമ്പ് വുളൂ ഉണ്ടായിരിക്കണം. പിന്നെ രണ്ടാമതായി മഹാന്മാർ പറയുന്നു, യാത്ര പോകുന്നതിന് മുമ്പ് വുളൂ എടുക്കൽ പ്രത്യേകം സുന്നത്താണ്. നമ്മൾ ജോലിക്ക് പോകുകയാണെങ്കിലും വീട്ടിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങി എവിടെ നമ്മൾ പോയാലും ഒന്ന് വുളൂ എടുത്തിട്ട് പോവൽ അള്ളാഹുവിൻ്റെ വലിയ കാവലും വലിയ സംരക്ഷണവും വലിയ സലാമത്തും ആ നമ്മൾ പോകുന്ന കാര്യത്തിൽ ഉണ്ടാകുമെന്നാണ്. മൂന്നാമതായി പറയുന്നു, നിക്കാഹ് ചെയ്യാൻ ഉദ്ദേശിച്ച വരൻ, അതുപോലെ വരൻ്റെ പിതാവ്. നമ്മൾ സാധാരണ നിക്കാഹ് ചെയ്യുമ്പോൾ വരനുണ്ടാകും, വരൻ്റെ പിതാവുണ്ടാകും. രണ്ടുപേരും കൈ തമ്മിൽ പിടിച്ചിട്ടാണല്ലോ നിക്കാഹ് ചെയ്യുന്നത്. അപ്പോൾ ഈ രണ്ടു പേർക്കും വുളൂ ഉണ്ടാവൽ സുന്നത്താണ്. അതുപോലെ സുന്നത്താണ് വധുവിനും എന്തുണ്ടാവൽ? വുളൂ ഉണ്ടാവൽ. വധുവിനും വുളൂ ഉണ്ടാവൽ പ്രത്യേകം സുന്നത്താണ്. നാലാമതായി പറയുന്നു, പരിശുദ്ധമായ ഖുർആൻ ഓതുന്നതിന് മുമ്പ്. പരിശുദ്ധമായ ഖുർആൻ വുളൂ ഇല്ലാതെ സ്പർശിക്കാൻ പാടില്ല എന്നാണ്. അത് വലിയ കുറ്റമാണ്, വുളൂ ഇല്ലാതെ ഖുർആൻ തൊടൽ. ഇനി നോക്കുമ്പോൾ ഖുർആൻ നിലത്ത് കിടക്കുന്നു, അല്ലെങ്കിൽ ഖുർആൻ വെള്ളത്തിലേക്ക് പോകാൻ പോകുന്നു, അല്ലെങ്കിൽ കത്തിക്കരിയാൻ പോകുന്നു. അങ്ങനെ ഒരു ലറൂറത്തിൻ്റെ, ബുദ്ധിമുട്ടിൻ്റെ ഘട്ടം വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? അത് വുളൂ ഇല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് അതെടുത്ത് മാറ്റിവെക്കാം. ആ കാരണം ഖുർആൻ നശിച്ചു പോവണ്ട എന്നുള്ള ആ നിയ്യത്തിൽ. അല്ലാതെ ഖുർആൻ തുടരണമെങ്കിൽ എന്ത് വേണം? വുളൂ വേണം. പിന്നെ നമ്മുടെ മൊബൈലിൽ ഓതുമ്പോൾ വുളൂ വേണോ വേണ്ടയോ എന്ന് നമ്മളൊരു കഴിഞ്ഞ വീഡിയോയിൽ ചർച്ച ചെയ്തിട്ടുണ്ട്. മൊബൈലിൽ ഓതുമ്പോൾ നമുക്ക് വുളൂ വേണ്ട, പക്ഷെ ഖുർആൻ എടുത്ത് നമ്മൾ ഓതുകയാണെങ്കിൽ വുളൂ വേണ്ടതാണ്. കാരണം ഫോണെന്ന് പറയുമ്പോൾ അതിൽ ഒരുപാട് ഫങ്ഷനുകളുണ്ട്.
ഫോണിൻ്റെ യഥാർത്ഥ ഉപയോഗം എന്ന് പറഞ്ഞാൽ ഖുർആനോദലല്ല, മറിച്ച് ഫോൺ വിളിക്കൽ, മെസ്സേജ് അയക്കൽ, സന്ദേശങ്ങൾ കൈമാറൽ, അതൊക്കെയാണ്. അപ്പോൾ ഒരുപാട് ഫംഗ്ഷനുകൾക്കിടയിൽ നമ്മൾ എന്താണ് ഖുർആനിൻ്റെ ഒരു ആപ്ലിക്കേഷൻ കയറ്റിയിട്ട് നമുക്ക് ആവശ്യം വരുമ്പോൾ ഖുർആൻ ഓതുന്നു, അതാണ്. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് എന്താണ് വുളു ഇല്ലെങ്കിലും കുഴപ്പമില്ല. വുളു ഇല്ലാതെ നമുക്ക് അത് നോക്കി ഓതാവും, മൊബൈലിൽ നോക്കി ഓതാവുന്നതാണ്. അതോടെ